ഈ സഭയ്ക്കകത്തും പുറത്തും സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഇടതുപക്ഷ സർക്കാർ കരാറിൽ ഒപ്പിട്ട PMC പദ്ധതി. ഈ പദ്ധതിയിൽ നിന്നും പിന്മാറിയാൽ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക നിയമ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? മിനിസ്റ്റർ. അല്ല, അതും കഴിഞ്ഞ തവണയും ഞാൻ വിശദീകരിച്ചാണ്. ഒന്നുകൂടി പറയാം. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട കരാറിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ടുണ്ടാകാവുന്നതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഉണ്ടാകാവുന്നത് അതുവഴി കിട്ടാവുന്ന ഒരു എമൗണ്ട് 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷം വെച്ച് കിട്ടുമ്പോൾ ഒരു 900 കോടിയിൽ പരം, 1000 കോടിയിൽ താഴെ രൂപ ആ ഇനത്തിലും, പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഇനത്തിൽ ഇവിടെ SSKക്ക് ലഭിക്കാനുള്ള 1100, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1150 കോടി രൂപയും കിട്ടാതെ പോകുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒപ്പിടാത്തതിൻ്റെ പേരിൽ 2000-ഓളം കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുണ്ട്.